12 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് കാറുകളിൽ ഒന്നായ ടാറ്റ നെക്സോൺ ഡീസൽ വാഹനം, BS6 വാഹനം, പ്രകൃതിക്ക് അത്യുത്തമമായിട്ടുള്ള ഭാരത് സ്റ്റേജ് 6 വാഹനം 6 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റ് ഒഴിവാക്കി. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഏകദേശം 1 ലക്ഷത്തോളം രൂപ പുറത്തും സർവീസ് സെന്ററിനകത്തും ഒക്കെ ആയിട്ട് സ്പെൻഡ് ആയ സമയത്താണ് ഞാൻ ഈ വണ്ടി ഒഴിവാക്കിയേക്കാം എന്ന് വിചാരിച്ചത്. അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ വണ്ടി ലോങ് ടൈമിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ കംപ്ലയിൻസ്, കുഞ്ഞു കുഞ്ഞു കംപ്ലയിൻസ്, വേറെ ആൻഡ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി കംപ്ലീറ്റ് റെഡിയാക്കിയിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരാൾക്ക് പണി കിട്ടരുതല്ലോ. ഇത് വാങ്ങാൻ പറ്റിയ ഒരാളെ എനിക്ക് കിട്ടണം. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വൈഫിന് ഒരു വണ്ടി വാങ്ങാനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവരോട് ഞാൻ ഏറ്റവും റീസെന്റ് കംപ്ലൈന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് വണ്ടിയുടെ കൂളന്റ്, എഞ്ചിൻ തണുപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിനകത്തൂടെ എഞ്ചിൻ ഓയിൽ അടിച്ച് കയറി വണ്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഓയിലായി. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യുക, മൊത്തം പാർട്സ് മാറുക എന്ന് പറയുന്നതിന് ലെക്സോൺകാർ പാർട്സിന് തന്നെ ഏകദേശം 50,000 രൂപ എങ്ങാണ്ടാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. പക്ഷേ ഈ വണ്ടി ഇനിയും അങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് മനസ്സിലായ സമയത്താണ് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു കംപ്ലയിൻറ്റോടെ അവർ എടുത്തുകൊള്ളാം. എന്നാലും എനിക്ക് എന്തോ ഒരു മടി. ഞാൻ ഈ വണ്ടി വലിയ കുഴപ്പമില്ലാതെ ഒന്ന് നന്നാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ച ഒരു സർവീസ് സെന്ററിൽ കയറ്റിയ സമയത്ത്, ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയ സമയത്ത് അവിടുത്തെ ടെക്നീഷ്യൻ അത് എടുത്തോളാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇതിൻ്റെ പരിപാടികളൊക്കെ അറിയാം. ഒരു ടെക്നീഷ്യൻ ആകുമ്പോൾ അദ്ദേഹത്തിന് നന്നാക്കിയിട്ടെങ്കിലും കൊണ്ട് നടക്കാനായിട്ട് പറ്റും. വളരെ സാധാരണക്കാരനായിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ്റെ സ്കാനിങ് മെഷീനൊക്കെ ഉണ്ട്. 1-2 ലക്ഷം രൂപയുടെ സ്കാനിങ് മെഷീനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയധികം സെൻസർ ഇറേഴ്സ് ഇതിൽ കാണിക്കും. സർവീസ് സെന്റർ ചെന്ന് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കുത്തിനെ പിടിച്ച് കുറേ പൈസ വാങ്ങിച്ചിട്ട് അതും ഇതുമൊക്കെ അവർ മാറിക്കും.